ആഗോളതലത്തിൽ ഇസ്ലാമിക ഖിലാഫത്ത് നടപ്പാക്കണമെന്ന് വാദിക്കുന്ന ഭീകര സംഘടനയായ ഹിസ്ബുത് തഹ്രീറിന്റെ നേതൃത്വത്തിൽ കാനഡയിലെ ഒൻറാറിയോയിലെ മിസിസാഗയിൽ വാർഷിക സമ്മേളനം നടത്തുമെന്ന് റിപ്പോർട്ട്. ജനുവരി 18-നാണ് സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. ഇസ്ലാമിക ഖിലാഫത്തിന്റെ പുനഃസ്ഥാപനവും ശരീഅത്ത് നിയമവും നടപ്പിലാക്കണമെന്നതുമാണ് സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട. രാജ്യത്ത് ഭീകര സംഘടനകൾക്ക് പ്രോത്സാഹനം നൽകിയെന്ന വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ജസ്റ്റിൻ ട്രൂഡോ കഴിഞ്ഞ ദിവസം രാജിവെച്ചിറങ്ങിയത്. ഭീകര സംഘടന കാനഡയിൽ സമ്മേളനം നടത്തുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനെ തുടർന്ന് ആഗോളതലത്തിൽ കടുത്ത വിമർശനം ഉയരുന്നുണ്ട്. നിരവധി രാജ്യങ്ങൾ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടും അവരുടെ പ്രവർത്തനങ്ങളോട് കാനഡ അനുകൂല നിലപാട് പുലർത്തുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. അമേരിക്ക, യൂറോപ്പ്, റഷ്യ, ചൈന എന്നിവയുൾപ്പെടുന്ന കൊളോണിയലിസ്റ്റ് സൂപ്പർ പവറുകളെ മറികടക്കാനുള്ള വഴികൾ പര്യവേഷണം ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള സമ്മേളനത്തിന്റെ പ്രൊമോഷണൽ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ഹിസ്ബുത് തഹ്രീറിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോയിൽ പ്രകോപനപരമായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്ക നമ്മുടെ സമൂഹത്തിന്റെ അത്ര ശക്തമാണോ എന്നും നമുക്ക് അമേരിക്കയെ തോൽപ്പിക്കാൻ കഴിയില്ലേ എന്നും വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്. റോം, പേർഷ്യ ഉൾപ്പെടെയുള്ള പുരാതന സാമ്രാജ്യങ്ങളുടെ വിജയങ്ങളെക്കുറിച്ചും വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ ഉൾപ്പെടെയുള്ള നഗരങ്ങളെ മുസ്ലിം നഗരങ്ങളെന്നാണ് വീഡിയോയിൽ അവകാശപ്പെടുന്നത്. ദേശീയതയും ഭരണകൂടങ്ങളും ഇസ്ലാമിന്റെ മുഖ്യ ശത്രുക്കൾ. ഖിലാഫത്ത് മാത്രമേ പാലസ്തീനെ സ്വതന്ത്രമാക്കൂ, മറ്റെല്ലാം ശ്രദ്ധ തിരിക്കുന്നവയാണ് തുടങ്ങിയ വിഷയങ്ങളിൽ സമ്മേളനം ചർച്ച നടത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം സമ്മേളനം നടക്കുന്ന കൃത്യമായ വേദി എവിടെയാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നും നിഷ്കർഷിക്കുന്നു. ലോകമെമ്പാടും നിരോധിച്ചു, കാനഡയിൽ നിരോധനമില്ല. 1953-ലാണ് ഹിസ്ബുത് തഹ്രീർ സ്ഥാപിതമായത്. ജോർദാൻ നിയന്ത്രിത ജെറുസലേമിൽ പാലസ്തീൻ ഇസ്ലാമിക പണ്ഡിതനായ തഖി അൽ-ദിൻ അൽ-നബാനിയാണ് ഈ സംഘടന രൂപീകരിച്ചത്. കർശനമായ ശരീഅത്ത് നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഈ സംഘടന തീവ്രവാദത്തെയും ജൂതവിരുദ്ധതയെയും പ്രോത്സാഹിപ്പിക്കുന്നു. UK, ജർമ്മനി, ഈജിപ്ത്, ഇന്ത്യ, ചൈന, ഇന്തോനേഷ്യ, റഷ്യ, തുർക്കി, ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഈ സംഘടന നിരോധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ സംഘടനയുടെ സമ്മേളനം UKയിൽ നിശ്ചയിച്ചിരുന്നു. എന്നാൽ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ റദ്ദാക്കി. അന്താരാഷ്ട്ര തലത്തിൽ സംഘടനയ്ക്കെതിരെ ഇത്രയധികം നടപടികൾ സ്വീകരിച്ചിട്ടും കാനഡ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അതേസമയം മിസിസാഗ മേയർ ബോണി ക്രോംബി സമ്മേളനത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് സാമൂഹിക ഐക്യത്തിന് ഭീഷണിയാണ് എന്നും സാധ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിന്റെ കീഴിൽ കാനഡ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവരുടെ സുരക്ഷിത താവളമായി മാറിയിരിക്കുന്നുവെന്ന് കനേഡിയൻ പാർലമെന്റ് അംഗം കെവിൻ വുങ് വിമർശിച്ചു. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ കാനഡയുടെ പുറത്തേക്കും ആശങ്ക ഉയർത്തുന്നുണ്ട്. തമിഴ്നാട്ടിലും മറ്റു പ്രദേശങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയതിന് ഹിസ്ബുത് തഹ്രീർ അംഗങ്ങളെന്ന് ആരോപിക്കുന്ന അബ്ദുൾ റഹ്മാനും മുജീബുർ റഹ്മാനുമെതിരെ ഇന്ത്യയുടെ ദേശീയ അന്വേഷണ ഏജൻസി അഥവാ NIA അടുത്തിടെ കുറ്റം ചുമത്തിയിരുന്നു. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ പുറത്താക്കപ്പെട്ടതിനു ശേഷം സംഘടനയുടെ സ്വാധീനം വർദ്ധിച്ചതായി റിപ്പോർട്ടുണ്ട്. മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസിന്റെ കീഴിലുള്ള ഇടക്കാല ഭരണകൂടം ഹിസ്ബുത് തഹ്രീർ ബംഗ്ലാദേശിന്റെ സ്ഥാപകനായ നസിമുൽ ഗാനിയെ ആഭ്യന്തര സെക്രട്ടറിയായി നിയമിക്കുകയും സംഘടനയെ പിന്തുണയ്ക്കുകയും ചെയ്തതിന് വിമർശനങ്ങൾ നേരിട്ടിരുന്നു. കാനഡയിലെ ഹിസ്ബുത് തഹ്രീറിന്റെ പ്രവർത്തനങ്ങൾ സജീവമാകുന്നത് ട്രൂഡോ സർക്കാരിന്റെ നിലപാടുകളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഖലിസ്ഥാനി ഭീകരർക്ക് അഭയം നൽകിയെന്ന ആരോപണത്തോടൊപ്പം ഹിസ്ബുത് തഹ്രീറിന്റെ സാന്നിധ്യവും ട്രൂഡോയുടെ ഭീകരതയെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള നയങ്ങൾക്കെതിരെ വ്യാപകമായ വിമർശനത്തിന് കാരണമാക്കിയിട്ടുണ്ട്. ഭീകര സംഘടനയുടെ നേതൃത്വത്തിലുള്ള സമ്മേളനം രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ ചട്ടക്കൂടിനെ മാത്രമല്ല, ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിലുള്ള അതിന്റെ ആഗോള പ്രശസ്തിയെയും വെല്ലുവിളിക്കുന്നു.